പുറം രാജ്യങ്ങളിൽ ഏറെ കാലമായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഡെയിലി ഫുഡ് സപ്ലിമെന്റ്സ് കഴിക്കുക എന്നത്. എന്നാൽ ഇന്ന് കേരളത്തിലും അത് വളരെ സാധാരണമായി കണ്ടുവരുന്നു. ഫുഡ് സപ്ലിമെന്റ്സ് കഴിക്കുന്നതിന്റെ ആവശ്യകതയെ പറ്റിയും അതിന്റെ പ്രാധാന്യത്തെ പറ്റിയും ഇന്ന് നമ്മളോട് സംസാരിക്കാനായി 100 വർഷത്തെ കുടുംബ പാരമ്പര്യമുള്ള, അതുപോലെ തന്നെ 25 വർഷം ഭട്ടേരി മഠം എന്ന ആയുർവേദ സ്ഥാപനത്തിൽ പ്രവൃത്തി പരിചയവുമുള്ള ഡോക്ടർ ജഗൻ നിവാസ് ആണ് നമ്മോടൊപ്പം ഉള്ളത്. ഹായ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഡോക്ടർ, നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിനോടൊപ്പം എക്സ്ട്രാ ന്യൂട്രിയൻസിന്റെ സപ്ലിമെന്റ്സിന്റെ എന്താണ് ആവശ്യകത? അത് കഴിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഈ വൈറ്റമിൻസ്, മിനറൽസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് വളരെ ആവശ്യമുള്ള സംഭവമാണ്. നമ്മുടെ ശരീരത്തിലെ ചയാപചയ പ്രവർത്തനങ്ങൾ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന വളരെ ആവശ്യമുള്ള, ബോഡി ബിൽഡ് ചെയ്യാനും സെൽസിൻ്റെ ഫോർമേഷനും ഒക്കെ ആവശ്യമുള്ള വളരെ ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഈ ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും നമുക്ക് ഡേ ടു ഡേ എല്ലാ ദിവസവും നമുക്ക് ഇത്ര ക്വാണ്ടിറ്റി വീതം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സാധാരണ അതിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് നമ്മളെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഈ വൈറ്റമിൻസും മിനറൽസും കിട്ടാതെ വരുന്നുണ്ട്. അത് പണ്ട് കാലത്തൊക്കെ നമ്മൾ എല്ലാവരും പച്ചക്കറികളും പല വർഗ്ഗങ്ങളും സീസണൽ ഫ്രൂട്ട്സും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കഴിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ലഭ്യത കുറവും പിന്നെ അത് കഴിക്കാൻ താല്പര്യമില്ലായ്മയും ഇത് വളരെയധികം കുറവ് വരുന്നുണ്ട്. അത് ആരോഗ്യത്തിനെ വളരെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് രോഗങ്ങൾ അധികരിച്ചിരിക്കുന്ന സമയമാണ്. പണ്ടൊന്നും ഇത്രയും രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ പേഷ്യൻസിന്റെ എണ്ണം വളരെ കൂടുതലാണ്. അതിന്റെ ഒരു കാരണം ഇതാണ്, ഭക്ഷണത്തിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കായിക, ഈ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യായിക എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ കാരണം. പിന്നെ അതുമല്ലാതെ പ്രായമാകുമ്പോൾ ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നു, അതിന്റെ ഒപ്പം തന്നെ ഇതുപോലെ വൈറ്റമിന്റെ ഗുളിക കഴിക്കുന്നു. എല്ലാ ഭക്ഷണവും അവർക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒക്കെ കുറവ് നികത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ വൈറ്റമിൻ ടാബ്ലറ്റ് സപ്ലിമെന്റ് ആയിട്ട് നമ്മൾ അതിന്റെ എക്സ്ട്രാക്റ്റുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന്റെ കാരണം. അത് ബോഡി ബിൽഡ് ചെയ്യാൻ, സെല്ലിന്റെ പ്രൊഡക്ഷൻ, അതുപോലെ ഇമ്മ്യൂണിറ്റി റേസ് ചെയ്യാൻ. ഇപ്പോഴത്തെ രോഗങ്ങളുടെ വലിയൊരു കാരണം തന്നെ ഇമ്മ്യൂണിറ്റി കുറവുള്ളത് കൊണ്ടാണ്. ഇപ്പൊ കോവിഡ് പോലെയുള്ള അസുഖങ്ങള്, ഇപ്പോഴത്തെ വരുന്ന HMP പോലെയുള്ള അസുഖങ്ങള്, അങ്ങനെ പല രോഗങ്ങളും പെട്ടെന്ന് കയറി പിടിക്കുന്നതിന്റെ കാരണം ഇമ്മ്യൂണിറ്റി കുറവുള്ളത് കൊണ്ടാണ്. ആ ഇമ്മ്യൂണൈസ് ചെയ്യാനായിട്ട് ഈ വൈറ്റമിൻസിന്റെ വളരെ ആവശ്യകത ഉണ്ട്. അത് അതിന്റെ സപ്ലിമെന്റ് ആയിട്ടാണ് നമ്മളിപ്പോ ഈ ക്യാപ്സൂൾസ് പോലെ ഉള്ള ഇതുകൾ നമ്മൾ കഴിക്കുന്നതും നമ്മൾ റെഫർ ചെയ്യും. ഓക്കെ. അപ്പൊ ഈ ക്യാപ്സ്യൂൾസ് കഴിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ കഴിക്കണമെന്നുണ്ടോ? അതപ്പോ എങ്ങനെയാണ് അതിന്റെ ഇൻടേക്ക് എങ്ങനെയാണ് കഴിക്കേണ്ടത്? ദിവസത്തിൽ എത്ര എണ്ണം, അങ്ങനെ ഒരു കണക്കുണ്ടോ അതിന്? അത് സാധാരണ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത്. പക്ഷെ നമ്മളിപ്പോ നെല്ലിക്ക കഴിക്കുന്നത് ഡോക്ടറെ കണ്ടിട്ടല്ലല്ലോ, അല്ലെങ്കിൽ ഒരു ആപ്പിൾ കഴിക്കുന്നത് ഡോക്ടറെ കണ്ടിട്ടല്ലല്ലോ. അപ്പോ ഈ സപ്ലിമെന്റ്സ് ആയതുകൊണ്ട്, അതുകൊണ്ടാണ് അതിനെ സപ്ലിമെന്റ്സ്, ഫുഡ് സപ്ലിമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് സാധാരണ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന നല്ല കമ്പനികൾ, അതിൽ ഇമ്പോർട്ടന്റ് അതാണ്, നല്ല സ്റ്റാൻഡർഡൈസ് ചെയ്ത കമ്പനികളുടെ വൈറ്റമിൻ ക്യാപ്സൂൾസ്, ടാബ്ലറ്റ്സ് നമ്മൾ കഴിക്കുന്നത് ഏറ്റവും ബെറ്റർ. ഓക്കെ. അപ്പൊ ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു കമ്പനി സജസ്റ്റ് ചെയ്യാവുന്ന ഒരു കമ്പനി ഏതാണ്? നമുക്ക് ആഗ്ന എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. അത് മാർക്കറ്റ് ചെയ്യുന്ന നമ്മുടെ കമ്പനിയാണ്. അതിന്റെ ടാബ്ലറ്റ്സ് ഒക്കെ അത് എക്സ്പോർട്ടിങ് ക്വാളിറ്റി ഉള്ളതാണ്. നമ്മൾ അതിന്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ് നമ്മൾ പറയാം. അപ്പൊ എക്സ്പോർട്ട് ചെയ്യുന്ന മീൻസ് ഇപ്പൊ അമേരിക്കയിലേക്കൊക്കെ നമ്മുടെ കമ്പനി സ്ഥിരമായിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അവിടേക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അവരുടെ കുറച്ച് നോംസ് ഉണ്ട്. അപ്പൊ മെഡിസിന്റെ നോംസ് ഉണ്ട്. അപ്പൊ ആ നോംസ് ഒക്കെ കീപ്പ് അപ്പ് ചെയ്തിട്ട് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് നമ്മുടെ ആഗ്ന എന്ന കമ്പനിയുടെ പ്രോഡക്റ്റ്. അതാണ് ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത്? ഇത് കഴിക്കുന്നതോടെ എന്തെങ്കിലും സൈഡ് എഫക്ട്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ? ഇതുകൊണ്ട് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല. നമ്മള് ഇപ്പൊ വൈറ്റമിൻ സി ആയാലും ഒമേഗ 3 ആയാലും അത് നമ്മൾ റെഗുലർ ഇൻടേക്ക് നല്ലതാണ്. അപ്പോൾ നമ്മളൊരു 2-3 months കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 1 month അല്ലെങ്കിൽ 15 minutes നമുക്കൊന്ന് ബ്രേക്കപ്പ് കഴിക്കാം. പിന്നെ അഗെയിൻ അത് കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെയാണ്.